നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനെതിരെയും ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ജി സുധാകരൻ MLA പറഞ്ഞു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഡ് ബാങ്ക് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ NPS സഞ്ജയ് സ്കീം ലോഞ്ച് ചെയ്തു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ DGM ഡിംപിൾ മിത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കുഞ്ഞു മനസ്സിൽ ഗാന്ധി എത്തുമ്പോൾ ലഹരിമുക്ത ഭാരതം സാക്ഷാത്കരിക്കുമെന്ന് കുട്ടനാട് MLA റജി ചെറിയാൻ. കുഞ്ഞു മനസ്സിൽ ഗാന്ധി അപ്പൂപ്പൻ എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. JCI സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത ക്യാമ്പസ് പരിപാടിക്ക് തുടക്കമായി. കാരുണ്യശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഹാരിസ് രാജ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനെതിരെയും ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ജി സുധാകരൻ MLA അഭിപ്രായപ്പെട്ടു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ മനസ്സുകളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചുകൊണ്ട് ആലപ്പുഴയുടെ മണ്ണിലൂടെ ലഹരി വിരുദ്ധ സെമിനാറിന് മുന്നോടിയായുള്ള ഫൺ റൺ, സൂംബ ഡാൻസ്, ഫ്ലാഷ് മയക്കുമരുന്ന് വ്യാപനത്തിനും ഉപയോഗത്തിനും അന്താരാഷ്ട്ര മാനങ്ങൾ ഉണ്ടെന്നും ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഭരണകൂടങ്ങൾ സ്വീകരിക്കണമെന്നും ജി സുധാകരൻ MLA പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ മറപിടിച്ച് ജില്ലയിൽ നടക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തൂഫാന് ശക്തമായി മുന്നോട്ടു പോകുന്നതായും ജി സുധാകരൻ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ ഭരണകേന്ദ്രത്തിന്റെയും എക്സൈസ് വകുപ്പ്, വിമുക്തി മിഷന്റെയും പോലീസ്, സാമൂഹ്യനീതി വകുപ്പിന്റെയും നശാമുക്ത ഭാരത് അഭിയാന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ. നമ്മുടെ രാജ്യത്ത് വളരെ വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തോട് ഇത് വളർന്നു വരികയാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപനം ഇന്ന് കേരളത്തിലായിരിക്കും. നാം എല്ലാറ്റിനും മുമ്പിലാണ്. നമ്മൾ ഒന്നാമതാണ് ലോകത്ത്. നമ്മൾ കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളൂ എന്ന് വീമ്പ് പറയാൻ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജീവികളും വിദ്യാർത്ഥികളും അത് ഏറ്റു പറയരുത്. നാം എല്ലാറ്റിനും മുമ്പന്തിയിലേ അല്ല. വർഗീയതയില്ലാത്ത ഒരു സാമൂഹ്യ ജീവിതം, ഏതാണ്ട് എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒരു സാമൂഹ്യ വീക്ഷണം, ഇതൊക്കെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായുള്ള പോരാട്ടങ്ങൾ വഴി കേരളത്തിൽ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. അതൊരു നേട്ടമാണ്. ബാക്കി മിക്ക കാര്യങ്ങളിലും നാം പുറകിലാണെന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് പോലും നിലവാരമില്ല. ഇംഗ്ലീഷിൽ 4 വാക്ക് എഴുതാനോ 4 വാചകം സംസാരിക്കാനോ ശരാശരി BA പാസ്സായ ഒരാളിന് കഴിയാത്ത നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ കളക്ടർ ഷാജി V നായർ, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KR അജയ്, വിമുക്തി ജില്ലാ മാനേജർ Y പ്രസാദ്, നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM നൌഫൽ, കൌൺസിലർമാരായ AS കവിത, K രജിത, ADM C പ്രേംജി, സാമൂഹ്യനീതി ഓഫീസർ V അശ്വതി, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AP ഷാജഹാൻ, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ അഞ്ജു S റാം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. NSS, നെഹ്റു യുവകേന്ദ്ര, NCC, യുവ ആപ്തമിത്ര, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, വിമുക്തി മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ നടത്തിയ ഫണ്ട് റൺ ലിയോതെഡിൻ ഹൈസ്കൂളിലാണ് സമാപിച്ചത്. ലീഡ് ബാങ്ക് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ NPS സഞ്ജയ് സ്കീം ലോഞ്ച് ചെയ്തു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ DGM ഡിംപിൾ മിത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലീഡ് ബാങ്ക് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ ന്യൂ പെൻഷൻ സ്കീമിന്റെ പുതിയ പ്രോഡക്റ്റായ NPS സഞ്ജയ് ലോഞ്ച് ചെയ്തു. ഹോട്ടൽ റോയൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ DGM ഡിംപിൾ മിത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. Independently and with dignity, so that you do not have to depend on anyone. Our children are an asset, our spouse, our partner is an asset, our family is an asset. But being dependent on them is not a good idea. They always care for us, they will always love us, they will always help us financially. But we will still be making arrangements so that
we should be living dignified life independently with our own finances. ചടങ്ങിൽ നബാർഡ് DDM മിനു അൻവർ, SBI റീജിയണൽ മാനേജർ TV മനോജ്, കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ AS രമ്യ, കേരള ബാങ്ക് DGM സന്ധ്യ, രാജാറാം, നൌഷാദ് എന്നിവർ സംസാരിച്ചു. വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് NPS സഞ്ജയ് സ്കീമിനെ കുറിച്ചുള്ള പ്രസന്റേഷൻ PFRDA ഇക്കോണമിസ്റ്റ് ശുഭം ഖണ്ഡേവാൽ അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ CSC ഏജന്റുമാർക്കുള്ള ട്രെയിനിംഗ് രാജ്ഗുരു നൽകി. SLBC തിരുവനന്തപുരം മാനേജർ കിരൺ കൃഷ്ണൻ സ്വാഗതവും ആലപ്പുഴ ലീഡ് ബാങ്ക് മാനേജർ M അരുൺ നന്ദിയും പറഞ്ഞു. കുരുന്നു മനസ്സിൽ ഗാന്ധി എത്തുമ്പോൾ ലഹരിമുക്ത ഭാരതം സാക്ഷാത്കരിക്കുമെന്ന് കുട്ടനാട് MLA റിജി ചെറിയാൻ പറഞ്ഞു. കുഞ്ഞു മനസ്സിൽ ഗാന്ധി അപ്പൂപ്പൻ എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്തമായ ഭാരതം സാക്ഷാത്കരിക്കാൻ മഹാത്മാഗാന്ധിയുടെ ജീവിതം നാം മാതൃകയാക്കണമെന്നും അതിനായി കുഞ്ഞു മനസ്സിലേക്ക് ഗാന്ധിയൻ ആശയങ്ങൾ എത്തിക്കുവാൻ വിദ്യാലയങ്ങളിൽ നിന്നും ഗാന്ധിയൻ സൂക്തങ്ങൾ കുട്ടികൾക്ക് വായിച്ചു കേൾപ്പിക്കണമെന്നും കുട്ടനാട് MLA റിജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. സാബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ 100ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കുഞ്ഞു മനസ്സിൽ ഗാന്ധി അപ്പൂപ്പൻ എന്ന പദ്ധതിയുടെ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാബർമതി സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ ME ഉത്തമക്കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബീന മേരി ജോസഫിന് കവിയും അധ്യാപകനുമായ ഫിലിപ്പോസ് തത്തമ്പള്ളി കൈമാറി. ചിത്രകാരൻ തോമസ് കുര്യൻ, സാബർമതി ജനറൽ സെക്രട്ടറി രാജു പള്ളിപ്പറമ്പിൽ, സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം, ബിൽബി മാത്യു ചാക്കോച്ചൻ, ജെ മതിക്കുളം, ജോസുകുട്ടി, സെബാസ്റ്റ്യൻ, റോസിലി കുഞ്ചറിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. JCI സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത ക്യാമ്പസ് പരിപാടിക്ക് തുടക്കമായി. കാരുണ്യ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഹാരിസ് രാജ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ഒരുമിച്ച് നിന്ന് പ്രതിരോധം തീർക്കണമെന്ന് കാരുണ്യശ്രേഷ്ഠ പുരസ്കാര ജേതാവും പ്രവാസി വ്യവസായിയുമായ ഹാരിസ് രാജ അഭിപ്രായപ്പെട്ടു. JCI പുന്നപ്രയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ലഹരിരഹിത ക്യാമ്പസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഹാരിസ് രാജ. JCI പ്രസിഡന്റ് റിസാൻ A നസീർ ചടങ്ങിൽ അധ്യക്ഷനായി. NSS UP സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീലത, PTA പ്രസിഡന്റ് ഷിഹാബ് മുഹമ്മദ്, മാനേജർ CR രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ പരിപാടികളും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനെതിരെയും ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് G സുധാകരൻ MLA പറഞ്ഞു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഡ് ബാങ്ക് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ NPS സഞ്ജയ് സ്കീം ലോഞ്ച് ചെയ്തു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ DGM ഡിംപിൾ മിത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കുഞ്ഞു മനസ്സിൽ ഗാന്ധി എത്തുമ്പോൾ ലഹരിമുക്ത ഭാരതം സാക്ഷാത്കരിക്കുമെന്ന് കുട്ടനാട് MLA റിജി ചെറിയാൻ. കുഞ്ഞു മനസ്സിൽ ഗാന്ധി അപ്പൂപ്പൻ എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. JCI സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത ക്യാമ്പസ് പരിപാടിക്ക് തുടക്കമായി. കാരുണ്യശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഹാരിസ് രാജ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.